ഈ കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ എറണാകുളത്തെ ജില്ലാ കോടതി വളപ്പിൽ CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI നടപ്പാക്കിയ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ചും ധീര സാഹസിക കൃത്യങ്ങളെക്കുറിച്ചും കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഒരു പ്രസിദ്ധമായ സിനിമയിലെ പ്രസിദ്ധമായ ഡയലോഗാണ്. ദേവാസുരം എന്ന ചിത്രത്തിലെ രണ്ടാം പതിപ്പായ രാവണപ്രഭുവില് മംഗലശ്ശേരി നീലകണ്ഠനായി വേഷമിടുന്ന മോഹൻലാൽ മുണ്ടയ്ക്കൽ ശേഖരനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. തമിഴിലെ നടനായ നെപ്പോളിയനാണ് ശേഖരന്റെ വേഷം അവതരിപ്പിക്കുന്നത്. അപ്പോ മംഗലശ്ശേരി നീലകണ്ഠൻ മുണ്ടയ്ക്കൽ ശേഖരനോട് ചോദിക്കുക, എന്താടോ നന്നാവാത്തെ? എത്ര കൊണ്ടാലും കിട്ടിയാലും കേട്ടാലും തന്റെ ചെറ്റത്തരങ്ങൾ മറക്കാൻ പറ്റാത്ത ശേഖരനോട് നീലകണ്ഠൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതേ ചോദ്യമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, പൊതുസമൂഹം SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താടോ ഇത്ര കാലമായിട്ടും നിങ്ങൾ നന്നാവാത്തെ? ഇത് നമ്മൾ മാത്രം ചോദിക്കുന്ന കാര്യമല്ല. CPM-ന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ മധുര പാർട്ടി കോൺഗ്രസിലും അവരുടെ സംഘടനാ റിപ്പോർട്ടുകളിലെ SFIയെ കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന താക്കീതും ഉണ്ടായിരുന്നു. അതേപ്പറ്റി വളരെ വിശദമായ ചർച്ച അവിടെ നടന്നിട്ടുമുണ്ട്. ആര് പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്ന ഒരു നിലപാടിലാണ് SFI എന്നാണ് ഈ എറണാകുളം ജില്ലാ കോടതി വളപ്പിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ എന്താണ് നടന്നതെന്നും, രാത്രി 12:30 മണി മുതൽ വെളുപ്പിന് 3:30 വരെ കോടതി വളപ്പില് എറണാകുളത്തെ അഭിഭാഷകരും SFI പ്രവർത്തകരും തമ്മിൽ പൊരിഞ്ഞ അടിയ നടന്നത്. ഫേഷയെ തമ്മില് തല്ലി. 3:30 ആയപ്പോഴേക്കും പോലീസും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും എത്തുന്നത് വരെ ഈ കഥാകാലക്ഷേപം പല ഘട്ടങ്ങളിലായി നടന്നു വന്നാണ് ഇന്ന് രാവിലെ മുതൽ ലഭിക്കുന്ന വർത്തമാനങ്ങൾ സൂചിപ്പിക്കുന്നത്. SFIക്കും അഭിഭാഷകർക്കും അവരുടേതായ ന്യായങ്ങൾ നിരത്താനുണ്ട്. ഇതിൽ ആരാണ് പ്രതി, ആരാണ് വാദി എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. അഭിഭാഷകർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തില് പതിവ് പോലെ അവരുടെ വാർഷിക സമ്മേളനം നടക്കുകയായിരുന്നു. അവരുടെ അസോസിയേഷനൊക്കെ ഈ കോടതി വളപ്പിലാണ്. അതിന്റെ ചുറ്റുവട്ടത്തായിട്ടാണ് സമ്മേളനങ്ങൾ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ചടങ്ങ് നടന്നത്. ഈ സമയത്ത് SFIക്കാർ അവിടേക്ക് കടന്നു വന്നു. അവിടെ സാധാരണഗതിയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യം, അത് വക്കീലന്മാർ പറഞ്ഞതാ, ഈ സംഘാടകരവിടെ ഭക്ഷണം തയ്യാറാക്കി വെക്കും ഈ പങ്കെടുക്കാൻ വരുന്ന വക്കീലന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി. പക്ഷെ ഈ ഭക്ഷണത്തിന്റെ മുക്കാലും കഴിച്ചിട്ട് പോകുന്നത് SFIക്കാരാ. ഒരു മതിലിനപ്പുറത്താ മഹാരാജാസ് കോളേജ്. അവിടെ നിന്ന് വരുന്ന SFIക്കാരാണ് ഈ ഭക്ഷണത്തിന്റെ ഒരു നല്ല ഭാഗവും ശാപ്പിട്ടിട്ട് പോകുന്നത്. ഇത് ചില കല്യാണ വീടുകളിൽ നടക്കുന്ന ഒരു ഏർപ്പാടാണ്. വിളിച്ചില്ലെങ്കിലും കല്യാണത്തിന് ചെല്ലും, വേഷമായിട്ട് ഭക്ഷണം കഴിക്കും. ഈ ആൺവീട്ടുകാർ വിചാരിക്കും പെൺവീട്ടുകാരുടെ കൂട്ടത്തിൽ വന്നാണെന്ന്, പെൺവീട്ടുകാർ വിചാരിക്കും മറുഭാഗത്തുള്ളവരാണെന്ന്. ഇതാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല സംഭവം. വക്കീലന്മാർക്ക് നന്നായിട്ട് അറിയാം ഇത് SFIക്കാരാ. പതിവ് പോലെ കൂട്ടടിക്കാൻ വരുന്നതാ. അപ്പൊ വിചാരിക്കും SFI അല്ലേ, ഞണ്ണിയിട്ട് പൊക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കും. ഇന്നലെയും ഏതാണ്ട് ഇത് തന്നെ സംഭവിച്ചു. SFIക്കാർ വന്നു, ഭക്ഷണം കഴിച്ചു, വക്കീലന്മാര് മിണ്ടിയില്ല. അതിനുശേഷം ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു. ആ DJ പാർട്ടി തുടങ്ങിയപ്പോൾ അതിന്റെ കൂട്ടത്തിലേക്ക് ഒന്ന് ആടാനും പാടാനും SFIക്കാർക്കൊരു സന്തോഷം, ഒരു പൂതി. ഡാൻസ് ഇങ്ങനെ നടന്ന് SFIക്കാര് ഈ വനിതാ അഭിഭാഷകരുടെ ഇടയിലേക്കൊന്ന് കയറാൻ നോക്കി. അപ്പോഴാണ് സംഘർഷം ഉണ്ടായത്. അപ്പൊ പിന്നെ പുരുഷ വക്കീലന്മാർക്ക് അവിടെ ഇരിക്കാൻ പറ്റും? അവരിവരെ തടഞ്ഞു, നല്ല വാക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ അവര് മഹാരാജാസിൽ പോയിട്ട് ആയുധങ്ങളും ആളുമൊക്കെ കൂട്ടി തിരികെ വന്ന് വേണ്ട രീതിയിൽ വക്കീലന്മാരെ സൽക്കരിച്ചു. ഈ ഉണ്ടചോറിന് നന്ദി കാണിക്കണമല്ലോ. അവിടുന്ന് കിട്ടിയ ഭക്ഷണത്തിന് ഒരു നന്ദി എന്ന നിലയില്, ഒരു കൃതജ്ഞതാ പ്രകടനം എന്ന നിലയില് ഭേഷായിട്ട് കൊടുത്തു. പിന്നെ വക്കീലന്മാരും വെറുതെ ഇരുന്നില്ല, അവരും തിരികെ തല്ലി. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്നാണ് വക്കീലന്മാര് പറയുന്നത്, അഭിഭാഷകരുടെ പ്രതിനിധികൾ പറയുന്നത്. SFIക്ക് വേറൊരു വാദമുണ്ട്. അതായത് ഈ വക്കീലന്മാര് ഈ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പൂസായി. അതിനുശേഷം റോഡിലേക്ക് ഇറങ്ങി, കയ്യിൽ മദ്യക്കുപ്പിയൊക്കെ ആയിട്ട്, സിഗരറ്റൊക്കെ പുകച്ചാ വരുന്നത്. അപ്പൊ ഈ മഹാരാജാസ് കോളേജിന്റെ മെയിൻ ഗേറ്റിൽ കുട്ടികളൊക്കെ നിൽക്കുക. 12:30 മണിയാണെന്ന് ആലോചിക്കണം. കുട്ടികളൊക്കെ അവിടെ നിൽക്കുകയാണ്, പെൺകുട്ടികളുണ്ട്. ഇവർ അവരുടെ ഇടയിലേക്ക് കടക്കുന്നു, അവരുടെ മുഖത്തേക്ക് സിഗരറ്റ് ഊതി പുക വിടുന്നു, ചിലരെയൊക്കെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. SFIക്കാർ പിള്ളേര്, ആങ്ങളമാര്, പെങ്ങന്മാരെ തൊട്ട് സഹിക്കും.
അവര് പ്രതിഷേധിച്ചു. പിന്നീട് അവര് ആളും ആയുധമൊക്കെ കൂട്ടി കോടതി വളപ്പിലേക്ക് ചെന്നു. ഇതാണ് SFIയുടെ ന്യായം. ഇതിന്റെ ന്യായം എന്താണ്? ആരാണ് പ്രതികൾ, ആരാണ് വാദികൾ എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുന്നില്ല. രാവിലെയായിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കേട്ടത്. ഏതായാലും ഈ വീഡിയോ നിങ്ങളിൽ എത്തുമ്പോഴേക്കും എന്തെങ്കിലും നടപടികളൊക്കെ പോലീസ് എടുത്തിട്ടുണ്ടാവും. അതങ്ങനെ അതിന്റെ വഴിക്ക് പോകട്ടെ. കാര്യം എന്തായാലും ഈ അടിപിടി നടന്നത്, സംഘട്ടനം ഉണ്ടായത് കോടതി വളപ്പിലാണ്, അല്ലാതെ മഹാരാജാസ് കോളേജിലല്ല, അതിന്റെ വളപ്പിലുമല്ല, അതിനു മുമ്പിലത്തെ റോഡിലുമല്ല. അത് വളരെ വ്യക്തമാണ്. ഈ വിവരം അറിഞ്ഞ് മാധ്യമ പ്രവർത്തകരെത്തി. 2:30 ആയപ്പോഴേക്കും ഏഷ്യാനെറ്റിന്റെ വാർത്താ സംഘം അവിടെ എത്തുന്നുണ്ട്. അപ്പോഴോട് അടി നടക്കുക. അവർ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഇന്ന് അവർ സംപ്രേഷണം ചെയ്തിട്ടുമുണ്ട്. സംഭവം നടന്നത് കോടതി വളപ്പിലാണ്. ആരാണ് ആദ്യം തുടങ്ങിയത്, എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ സംശയം, ഇതുപോലെ നടക്കുന്ന ഈ ചീഞ്ഞ കാര്യങ്ങളിലൊക്കെ, സംഘർഷം പോലെ, സംഘടനം പോലെ, തല്ല്, അടിപിടി, റാഗിങ്, ഇതിലൊക്കെ എങ്ങനെയാണ് SFI എപ്പോഴും ഒരു കക്ഷിയായിട്ട് മാറുന്നത്? വിപ്ലവ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. അവര് മറ്റു വിദ്യാർത്ഥി സംഘടനയേക്കാൾ കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറേണ്ടതാണ്. അവർ കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറേണ്ടതാണ്. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. എവിടെ പ്രശ്നം ഉണ്ടായാലും അവിടെ SFI ഉണ്ട്. എവിടെ ലൈബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ, എവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം SFI ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നാട്ടുനടപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കി. വക്കീലന്മാർ അവരുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വിളിക്കാതെ ചെല്ലുക, അത് കഴിച്ചിട്ട് പോവുക, അവരോട് അലമ്പുണ്ടാക്കുക, ഇതൊക്കെ എത്ര നാണം കെട്ട പരിപാടികളാണ്. എന്തിനാണ് SFI പോലുള്ളൊരു സംഘടന, അതിന്റെ പ്രവർത്തകര് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്? ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? ചെറുപ്പക്കാരാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അത് SFIയോ KSUO ABVPയോ DYFIയോ യൂത്ത് കോൺഗ്രസ് ഒക്കെ ആവട്ടെ, ചെറുപ്പത്തിന്റെ ഒരു തിളപ്പില് ചിലപ്പോൾ അല്ലറ ചില്ലറ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാം. ചട്ടിയും കരവല്ലേ തട്ടിയും മുട്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് കുറേയൊക്കെ ഒന്ന് സമ്മതിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ SFIയുടെ രീതികൾ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അത് പൊതുസമൂഹത്തിൽ വലിയൊരു ചർച്ചയായിട്ട് മാറുന്നത്. പാർട്ടി തന്നെ അതേപ്പറ്റി ഗൗരവമായി ആലോചിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഈ കാളികുളിത്തരങ്ങള് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന രീതിയിലായിരിക്കുകയാണ് SFIയെ സംബന്ധിച്ചിടത്തോളം. പൂക്കോട് വെറ്റിനറി കോളേജില് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ SFIക്കാരുടെ റാഗിങ്ങിന്റെ ഫലമായിട്ട് മരിച്ചുപോയി. അതിൽ പ്രതികളായ 19 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കി എന്ന് ഇന്നലെയാണ് കോളേജ് അധികൃതര് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടന്ന ഇന്നലെ ഈ കുട്ടികൾക്ക്, 19 പ്രതികൾക്ക് ഇനി 3 വർഷത്തേക്ക് മറ്റൊരു കോളേജിൽ ചേർന്ന് പഠിക്കാനും പറ്റില്ല. അതും തടഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ BCom തോറ്റ SFIയുടെ നേതാവ് MComന് അഡ്മിഷൻ വാങ്ങുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയ SFIയുടെ വനിതാ നേതാവ് ജോലി തരപ്പെടുത്തുന്നു. ഇതിനേക്കാളൊക്കെ നിഷ്ഠൂരമായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നത്. അവിടെ നടന്ന അതിക്രൂരമായ റാഗിങ്, അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ പുറത്തു വന്നു. അതിന്മേൽ കാര്യമായ നടപടികൾ എടുത്തു വരുന്നതേ ഉള്ളൂ. അതും SFIക്കാരാണെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതികൾ വാട്സാപ്പ് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക. ഇതൊക്കെ കാണുമ്പോഴാണ് എന്താണോ നന്നാവത്തെ എന്ന് ചോദിച്ചു പോകുന്നത്. SFIക്കാർ ഒരു കാര്യം ആലോചിക്കണം. SFI എന്ന സംഘടനയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു നേതാവ്, അല്ലെങ്കിൽ അങ്ങനെ നേതൃ പദവിയിലേക്ക് വന്ന ഒരാൾ പടിപടിയായി വളർന്ന് CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ സമയത്താണ് നിങ്ങൾ ഇതുപോലെയുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. MA ബേബി SFIയുടെ സമുന്നത നേതാവായിരുന്നു, അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് മധുര കോൺഗ്രസിൽ CPMന്റെ ജനറൽ സെക്രട്ടറിയായി നിശ്ചയിച്ചത്. അദ്ദേഹത്തിന്റെ പിന്മുറക്കാരാണല്ലോ ഇതുപോലെയുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് കാണുമ്പോൾ വാസ്തവത്തിൽ സങ്കടമാണ് തോന്നുന്നത്. സഖാവ് ആർഷോ സെക്രട്ടറി ആയിരുന്ന ഒരു കാലം, അന്നാണ് എനിക്ക് തോന്നുന്നത് ഈ SFIയുടെ പ്രതിച്ഛായ പാതാളത്തോളം എത്തിയത്. പുതിയ സെക്രട്ടറിയും പ്രസിഡന്റും വന്നു. അവരുടെ ആദ്യകാല പ്രസ്താവനകൾ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷേ എന്നിട്ടും യാതൊരു മാറ്റവുമില്ല. വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുകയാണ്. SFI പഴയ കോലത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിലത്തെ കോടതി വളപ്പിലെ സംഭവങ്ങളും കൂടെ കാണുമ്പോൾ SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അസഹിഷ്ണുത എന്നുള്ളതാണ്. മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഒരു കാമ്പസിലും വേരുറപ്പിക്കാൻ അവര് സമ്മതിക്കില്ല. ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഇലക്ഷൻ ആയിരുന്നു.
അവിടെ 7 ജനറൽ സീറ്റുകളിൽ 6 SFI ജയിച്ചു, ഒരെണ്ണം KSUവിന് കിട്ടി. SFIക്ക് 3 സെനറ്റ് അംഗങ്ങളെ കിട്ടിയപ്പോൾ KSUവിന് ഒരെണ്ണം ലഭിച്ചു. ഇതങ്ങോട്ട് സഹിക്കുന്നില്ല. SFIക്കാരെ KSUക്കാരെ കുതിരെ തല്ലിവിട്ടു. SFIയുടെ ഒരു രീതി എന്ന് പറയുന്നത്, അവര് ഒരു കോളേജിൽ മറ്റൊരു സംഘടനയുടെ യൂണിറ്റ് ഉണ്ടാക്കാൻ അനുവദിക്കില്ല, അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ല. ഭൂരിപക്ഷം പേരും കാമ്പസുകളിൽ SFI ആയിട്ട് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്നത് ജീവരക്ഷാർത്ഥമാണ്. അല്ലെങ്കിൽ അവിടെ പുലർന്നു പോരാൻ സാധിക്കില്ല, അവിടെ പഠിക്കാൻ സാധിക്കില്ല. ഇത് മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മിക്ക കാമ്പസുകളിലും നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് കുട്ടികൾ SFIയോട് അല്ലെങ്കിൽ SFIയിൽ ചേരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ SFIയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ സംഘത്തെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പാർട്ടിയായിട്ട് വളർത്തിയെടുക്കുന്നതിന് സാധിക്കുന്നില്ല. അതാണ് പാർട്ടി കോൺഗ്രസിലെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ SFIയുടെ പ്രകടനങ്ങളിൽ പെൺകുട്ടികളടക്കം ധാരാളം പേര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് കാണാറുണ്ട്. ഇതൊന്നും സ്വന്തം ഇഷ്ടത്താൽ പോകുന്നതല്ല എന്ന് ആർക്കാണ് അറിയാത്തത്? നിർബന്ധം കൊണ്ട്, പേടിച്ചിട്ട്, സമ്മർദ്ദത്തിന്റെ പേരിലാണ് പലരും ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. പാർട്ടി കോൺഗ്രസിലെ പ്രമേയം പറഞ്ഞതുപോലെ ഇവരാരും പിന്നീട് CPM ആവുന്നില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ CPMനെ വോട്ട് ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ കാലങ്ങളില് SFIയോട് ചേർന്ന് നിന്നിരുന്നവരെല്ലാം CPMനും ഇടതുപക്ഷ മുന്നണിക്കും വോട്ട് ചെയ്തിരുന്നെങ്കിൽ CPMന് ഒറ്റക്കക്ഷിയായിട്ട് ഇവിടെ ഭരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പാർട്ടി നേതൃത്വം ഇനി കൂടുതൽ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ വാത്സല്യത്തോടെയാണ് SFIയുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പ്രകീർത്തിച്ചത്. പക്ഷെ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും SFIയുടെ പ്രവർത്തനങ്ങളെ വളരെ വിമർശന ബുദ്ധിയാണ് കാണുന്നത്. കൊല്ലം സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തെ കുറിച്ച് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച ഒരു കത്തുണ്ട്. SFIയുടെ പ്രവർത്തന രീതിയിൽ മാറ്റം ഉണ്ടാവണം, അതിന് പാർട്ടി ശ്രദ്ധിക്കണമെന്നാണ്. SFIയുടേതൊരു വളയുമില്ലാച്ചാട്ടമാണെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഇതിന് കാരണമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ രീതിയിൽ SFI പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് പ്രവർത്തന വൈകല്യത്തിലും വഴിതെറ്റലിലും എത്തിച്ചേരുമെന്നാണ് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികളെ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം SFIയുടേത് ഒരു പ്രാകൃത സംസ്കാരമാണ് എന്ന് പറയുകയുണ്ടായി. അവർക്ക് ഇടതുപക്ഷ സംസ്കാരം എന്ത് എന്ന് അറിഞ്ഞുകൂടാ. ഇത് തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയാവും എന്നും അദ്ദേഹം പറഞ്ഞത് ബിനോയ് വിശ്വമാണ്, CPIയുടെ നേതാവാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ മെക്കിട്ട് പോകേണ്ട കാര്യമില്ല. സ്വയം നന്നാവാനാണ് SFI ശ്രമിക്കേണ്ടത്. ധാരാളം അനുയായികളുണ്ട്, പ്രവർത്തകരുണ്ട്. കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടനയാണ്. അതനുസരിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറാൻ SFI കഴിയണം. അതിന് നേതൃത്വം കൊടുക്കാൻ ആ സംഘടനയുടെ നേതാക്കൾക്ക് സാധിക്കണം. SFIയിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് എന്ന നിലയിൽ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി കൂടുതൽ താല്പര്യം കാണിക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ സാർവദേശീയ കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ കടിച്ചാൽ പൊട്ടാത്ത പ്രത്യയശാസ്ത്രം വിളമ്പുകയും ചെയ്യുന്നതിനൊപ്പം ദയവ് ചെയ്ത SFI പോലെയുള്ള ഒരു പോഷക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അങ്ങയുടെ ശ്രദ്ധ ഉണ്ടാവണം. MA ബേബിയെ MA ബേബി ആക്കിയത്, ഇപ്പോഴത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കിയത് SFIയിലൂടെ തുടങ്ങിയ പ്രവർത്തനമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കൂടുതൽ ബാധ്യതയുണ്ട് എന്ന് പറയുന്നത്. SFI ഇങ്ങനെ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ, അത് സമൂഹത്തിന് ഗുണകരമല്ലാത്ത ഒരു സംഘടനയായി മാറുകയാണെങ്കിൽ ആ പാപഭാരത്തിന്റെ ഒരു പങ്ക് ശ്രീ MA ബേബിക്കും ഉണ്ടാവും.